ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൊമെൻറ്റ്സ് വിത്ത് രേഷ്മ. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ടു ഷെയർ മൈ പ്രഗ്നൻസി ജേർണി. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം നമ്മൾ ഒരു ഡാൻസർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഡാൻസർ ബീയിങ് പ്രഗ്നൻ്റ് എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു ഫേസ് ആണല്ലോ. അത് കഴിഞ്ഞത് കണ്ടിന്യൂ ചെയ്തോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു ആൻറ്റിസിപ്പേഷൻ, ക്യൂരിയോസിറ്റിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും. പിന്നെ ഒന്ന്, ഇപ്പോഴും സ്റ്റിൽ നമ്മൾ വർക്കിംഗ് ആണ്, നമ്മൾ ആക്റ്റീവാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു പോസിബിൾ എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കൂടെ ആയിരിക്കും. സോ ഐ തോട്ട് ടു ഡു എ വീഡിയോ റിഗാർഡിങ് ഇത് my pregnancy journey. So let's talk about it. ഞങ്ങളുടെ കല്യാണം, എൻ്റെ മനന്തുവേട്ടൻ്റെയും കല്യാണം കഴിയുന്നത് ജൂൺ 20 2020 ജൂൺ 20 ഞങ്ങളുടെ മാരേജ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ മാരേജ് കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊറോണ പീക്കിൽ നിന്ന സമയമാണ്. നമ്മളുടെ മാരേജ് ആദ്യം മെയ്യിലാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് ജൂണിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മളുടെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 1 year 1.5 years കഴിഞ്ഞ് മതി കുട്ടികൾ എന്നുള്ളൊരു ഡിസിഷനായിരുന്നു. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 14th day ആയപ്പോഴേക്കും തിരിച്ച് അനന്തേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാശ്മീരിലാണ്. ഹി വാസ് വർക്കിംഗ് ഇൻ കാശ്മീർ. അപ്പോൾ നമ്മൾ തിരിച്ച് കാശ്മീരിലേക്ക് വി വെൻറ്റ് ബാക്ക് ടു കാശ്മീർ. സോ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺലൈൻ ക്ലാസ്സസ്. അതിന് മുന്നേ ഐ വാസ് ഡൂയിങ് മൈ ഓൺലൈൻ ക്ലാസ്സസ്. സോ ഐ കണ്ടിന്യൂ ഡൂയിങ് മൈ ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് തിങ്. ഓൺലൈൻ അന്നൊക്കെ വെർച്വൽ പ്രോഗ്രാംസ് എല്ലാം വരുമായിരുന്നു. ഐ യൂസ് ടു പെർഫോം ഫോർ ഐഡ, നാദം ആൻഡ് ഓൾ. അപ്പോൾ വെർച്വൽ പെർഫോമൻസ് വാസ് ഓൾസോ ഗോയിങ് ഓൺ. സോ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം വി റിയലൈസ് ദാറ്റ് ഈ കൊറോണ ഈ അടുത്തെങ്ങും ഫിനിഷ് ആവാൻ പോകുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം യുനോ ടു ഒരു ഈ പാൻഡമിക് ഒന്ന് കൺട്രോൾഡ് ആവാൻ കുറച്ച് സമയമെടുക്കും എന്ന് നമുക്ക് മനസ്സിലായി. സോ നത്തിങ് മച്ച് ഇസ് ഹാപ്പനിങ് ഇൻ മൈ പ്രൊഫഷൻ ഓൾസോ. ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നു ആസ് കാശ്മീരിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഏകദേശം ഒരു 20-25 സ്റ്റുഡൻസ് അന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് തന്നെ എടുത്തു പോകുന്ന സമയത്ത് വി തോട്ട് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ദ ടൈം വി ക്യാൻ പ്ലാൻ എ ബേബി ബിക്കോസ് നത്തിങ് മച്ച് ടു ഡു പ്രൊഫഷണലി ആൻഡ് വി വർ റെഡി ടു വെൽക്കം എ ബേബി. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻഡ് ആയിട്ട് വി വർ പ്ലാൻ ഫോർ എ ബേബി. ആൻഡ് ഓൺ January 17th when I was attending Methil Devika ma'am's Kuchipudi class I get to know that I am pregnant. അതായത് എനിക്ക് കുറച്ച് ഡിസിനസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ മാമിനോട് പറഞ്ഞു, പോയി നീ റെസ്റ്റ് എടുക്ക്, നിനക്ക് പറ്റണില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പോയി ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഐ എം പ്രഗ്നൻറ്റ് എന്നുള്ളത്. സോ ഇറ്റ് വാസ് എ ന്യൂ ഇയർ ടൈം. January 17th എന്ന് പറയുമ്പോൾ അതൊരു ഫ്രഷ് 2021 ന്യൂ ഇയർ, ആ ഒരു ടൈം ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് 3 months നമ്മൾ കാശ്മീരിൽ നിന്ന് ട്രാവൽ ചെയ്യുക. നമ്മൾ നിന്നിരുന്നത് കൗറി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് വെരി വില്ലേജ് ഏരിയ. സോ സ്റ്റേയിങ് ദെയർ ആൻഡ് കൺസൾട്ടിങ് എ ഡോക്ടർ വാസ് വെരി ഹാർഡ്. കാരണം ആ ഒരു വില്ലേജിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് നിയർലി 1.5 hours. അപ്പോൾ അത് ഹാർഡായിരുന്നു. സോ വി ഡിസൈഡഡ് ടു ഫ്ലൈ ബാക്ക് ടു കേരള. അപ്പോൾ നമ്മുടെ ഒരു 2 months കഴിഞ്ഞപ്പോഴത്തേനും നാട്ടിലേക്ക് തിരിച്ചെത്തി. ഫസ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു February ലാസ്റ്റ് ആയപ്പോഴത്തേനും നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ടു കൺസൾട്ട് ഇൻ മാതാ ഹോസ്പിറ്റൽ കൊല്ലത്ത് മാതാ ഹോസ്പിറ്റൽ. ഡോക്ടർ ആശാലത എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറെയാണ് ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെറിയ സ്പോട്ടിങ് പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ ഗോട്ട് എ റെസ്റ്റ് ടിൽ 3rd month. ബട്ട് സ്റ്റിൽ ഐ യൂസ് ടു അറ്റൻഡ് മൈ സേഴ്സ് ക്ലാസ്. ഹരിപത്മൻ സാറിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യണുണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം അപ്പോൾ നമ്മൾ കുറച്ച് അഭിനയ പീസസാണ് പഠിച്ചത്. എഴുന്നേറ്റുന്ന വലിയ ഡാൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ മിനിമലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഐ വാസ് ടേക്കിംഗ് ക്ലാസ് ഓൾസോ. എനിക്ക് അത്ര വലിയ വൊമിറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മന്ത്ലി വൺസ് ഒക്കെ ഒരു ഭയങ്കരമായ വോമിറ്റ് വരുമായിരുന്നു. So that was there, and I was tired.
അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടയേർഡ് ആവുക, ബട്ട് ഐ നെവർ സ്റ്റേഡ് far from dance, or I didn't even quit dance or take a break എന്ന് വേണമെങ്കിൽ പറയും. ഐ നെവർ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. കുറേ കുട്ടികൾ കൊല്ലത്ത് വീട്ടിൽ വരാൻ തുടങ്ങി. ഐ വാസ് ഇൻ കൊല്ലം ദാറ്റ് ടൈം. അനന്തേട്ടൻ്റെ വീട്ടിലായിരുന്നു. അനന്തേട്ടൻ 3rd month ആയപ്പോഴേക്കും എന്നെ ആക്കിയിട്ട് തിരിച്ചു പോയി കേട്ടോ. സോ ലേറ്റർ വെൻ ഐ എൻറ്റർ ടു മൈ 4th month, എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞു, രേഷ്മ യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് എക്സസൈസസ്. അത് കേൾക്കാനായിട്ട് നോക്കിയിരുന്ന പോലെയായിരുന്നു. ഞാൻ എൻ്റെ സാറിനെ വിളിച്ചിട്ട്, ഹരിപത്മൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സാറിനും നിനക്ക് റെസ്റ്റ് ഒന്നും വേണ്ടേ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡാൻസ് ചെയ്യുമ്പോൾ ഐ എം ഹാപ്പി. അതുകൊണ്ട് സാറും ക്ലാസ് എടുത്തു തന്നു. സാർ ഓൾസോ ഭയങ്കര കെയർഫുള്ളായിരുന്നു. അങ്ങനെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഫുൾ ഫ്ലെഡ്ജിൽ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി, കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ മന്ത് വൈസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം കേട്ടോ. അങ്ങനെ റെഗുലറായിട്ട് ക്ലാസ് പോയിക്കൊണ്ടേയിരുന്നു. ഈ സമയത്ത് കൊറോണയും ഉണ്ട് കേട്ടോ. കൊറോണ വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ 5th month എത്തി. ഡാൻസിങ് നന്നായിട്ട് പോണു. 6th monthലേക്ക് കയറുകയാണ്. മെയ് മാസത്തിലാണ് ഇങ്ങനൊരു കാര്യം. സോ ഞാൻ എൻ്റെ 6th monthലേക്ക് കയറി. മെയ് മാസമായപ്പോഴത്തേനും ഓൾ ഓഫ് ദി സഡൻ ഞാൻ ഹരിപത്മൻ സാറിൻ്റെ ക്ലാസ്, എൻ്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നല്ലോണം ഞാൻ സ്വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ പോയി കുളിച്ചു. കാരണം എനിക്ക് വിശന്നിട്ട് ആഹാരം കഴിക്കുന്നതിന് മുന്നേ കുളിക്കാമെന്ന് പറഞ്ഞിട്ട് ഐ ടുക്ക് എ ബാത്ത് ആൻഡ് ഐ കെയിം ബാക്ക്. ഫ്രം ദാറ്റ് ഈവനിങ് ഓൺവേർഡ്സ് എനിക്ക് ഭയങ്കര ഒരു കഫ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ടും ചുമ വരാൻ തുടങ്ങി. ആൻഡ് ജലദോഷം, റണ്ണിങ് നോസായിട്ടും ഐ ഫെൽ സംതിങ് ഈസ് ഓഡ് വിത്ത് മീ. സംതിങ് ഇസ് ഐ എം ഫേസിങ് സം ഡിഫിക്കൽട്ടീസ് എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അനന്തേട്ടനില്ല, ഹി ഈസ് ഇൻ കാശ്മീർ. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ വിളിച്ച സമയത്ത് അനന്തേട്ടൻ പറഞ്ഞു, റിസ്ക് എടുക്കണ്ട, ഒന്ന് വെറുതെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, ഏതെങ്കിലും ഒരു ജനറൽ ഫിസിഷ്യനെ ഒന്ന് കാണിക്കൂ, ഗൈനക്കിനെ തന്നെ കാണിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജനറൽ ഫിസിഷ്യനെ പോയി കണ്ടു. കൊല്ലത്ത് തന്നെ മാതാ ഹോസ്പിറ്റലിൽ തന്നെ ഞാനും അനന്തേട്ടൻ്റെ അച്ഛനും കൂടെ പോയിട്ടാണ് ഹോസ്പിറ്റലിൽ പോണത്. പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, നത്തിങ്, ഇത് നോർമലി എന്തെങ്കിലും കോൾഡോ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ ആസ് യു പ്രഗ്നൻറ്റ് ഒന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മുടെ വീട്ടിലേക്ക് ആരും വരണില്ല, നമ്മളും പുറത്തേക്ക് പോകണില്ല. അച്ഛനാണെങ്കിൽ പോലും, അച്ഛൻ ടാക്സി ഡ്രൈവറാണ്, അച്ഛനാണെങ്കിൽ പോലും ഓട്ടം പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. തിരിച്ച് വന്ന് അച്ഛൻ വണ്ടിയും കഴുകും, അച്ഛനും പുറത്ത് നിന്ന് കുളിച്ച് അത്രയും ടേക്ക് കെയർ ചെയ്തിട്ടാണ് അച്ഛൻ വീടിൻ്റെ അകത്തേക്ക് വരിക. ഞാനിങ്ങനെ ഉള്ളതുകൊണ്ട് അമ്മ എവിടേക്കും പോകാറില്ല, ഞാനും അമ്മയും ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടും ദിസ് കൊറോണ സ്ട്രൈക്ക് ഡസ് വെരി ബാഡ്ലി. അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തപ്പോൾ പോസിറ്റീവാണ്. എനിക്കും അച്ഛനും ഒരുപോലെ വിശ്വസിക്കാൻ പറ്റിയില്ല കോവിഡ് പോസിറ്റീവായി എന്നുള്ള കാര്യം. അച്ഛൻ പറഞ്ഞു, മോളെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും പൈസ അടിച്ച് വീണ്ടും ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പോസിറ്റീവ്. ഭയങ്കര സങ്കടം വന്നു. കാരണം ആരും വന്നിട്ടില്ല, നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടന്നിട്ടും നമ്മൾക്കിങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞ് അച്ഛനും ടെസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ അച്ഛനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അച്ഛൻ പക്ഷേ നെഗറ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് കയറി കതകടച്ചു. റൂം അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഞാൻ 14 ദിവസത്തേക്ക് 2 weeks ഐ ഡിഡ്ന്റ് കെയിം ഔട്ട് ഓഫ് ദ റൂം. ഐ ഡിഡ്ന്റ് ഈവൻ കം ഔട്ട് ഓഫ് ദ റൂം. അപ്പോൾ അങ്ങനെ ഇരുന്നു. അമ്മ എന്നും ആഹാരം ഉണ്ടാക്കിയിട്ട് വാതിലിൻ്റെ പുറത്ത് വെച്ച് തരും. കാരണം അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, അവർ പ്രായമായവരാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്കുള്ള ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ആ 14 ദിവസം വീട്ടിലും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്ക് ജ്യൂസും ആഹാരവും ചിക്കനും ബിരിയാണിയും എന്തൊക്കെ ഞാൻ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞാലും എനിക്കതപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുത്തരുമായിരുന്നു. സോ അങ്ങനെ 14 ദിവസം കഴിഞ്ഞു. നമ്മൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി. സന്തോഷമായി. തിരിച്ചു ഞാൻ എൻ്റെ ഡാൻസിലേക്ക് തിരിച്ചു വന്നു. ഐ സ്റ്റാർട്ട് ഡാൻസിങ്. ബിക്കോസ് ഈ 14 ദിവസം നമുക്ക് ബ്രീത്തിങ് ട്രബിൾ നന്നായിട്ടുള്ളത് കൊണ്ട്, ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഡാൻസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രീതിങ് എക്സസൈസ് മാത്രം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ ഡാൻസൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ ഉള്ളിലിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 6th month കഴിഞ്ഞു. 7th month നമ്മുടെ സീമന്തം ചടങ്ങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അനന്തേട്ടൻ വന്നു. അനന്തേട്ടൻ വന്നിട്ട്
അനന്തേട്ടൻ വന്നു, ചടങ്ങ് നടന്നു. പൊങ്കാലയിടൽ ചടങ്ങൊക്കെ ഉണ്ട് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തല്ലോ, നമ്മുടെ നാട്ടിലൊന്നും എറണാകുളത്തൊന്നും ഇല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. അനന്തേട്ടൻ ഇവിടെ നിന്നു. പിറ്റേ ദിവസം അനന്തേട്ടൻ പെരുമ്പാവൂർക്ക് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യണത്. കാരണം ഇത്രയും നാൾ കൊല്ലത്തല്ലേ കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് പെരുമ്പാവൂർ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ചേഞ്ച് ഉണ്ടാവും. ഞാൻ കാണിച്ചത് രാജഗിരി ഹോസ്പിറ്റലിലാണ്. എൻ്റെ ഗൈനക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പൈലി സാറായിരുന്നു, പൈലി ഡോക്ടറായിരുന്നു. എൻ്റെ അമ്മ അവിടെ നിന്നാണ് ദ സ്റ്റോറി ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഹീ വാസ് എന്താ പറയുക, ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഐ കുഡ് എവർ ആസ്ക് ഫോർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ബെസ്റ്റായിട്ടുള്ള ഒരു ഡോക്ടറുടെ കയ്യിലായിരുന്നു എൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഡോക്ടർ ഒന്നിനും റെസ്ട്രിക്ഷൻ വയ്ക്കില്ലായിരുന്നു. രേഷ്മ ഡാൻസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അത് ചെയ്തോ ഇത് ചെയ്തോ, അവിടെ യാത്ര ചെയ്തോ ഇവിടെ യാത്ര ചെയ്തോ, എല്ലാം എവ്രിത്തിങ് ഹി വാസ് ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ കണ്ടീഷൻസ് അനുസരിച്ചാട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഒട്ടും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എൻ്റെ നെക്സ്റ്റ് പ്രഗ്നൻസി ഇതുപോലെ ആയിരിക്കും എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ അപ്പോഴത്തെ ഹെൽത്ത്, നമ്മളുടെ ഇമ്മ്യൂൺ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 7th month എൻഡിങ് ആയപ്പോഴേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, രേഷ്മ ചോറൊന്ന് കൺട്രോൾ ചെയ്തോളൂ, ബേബി വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ആഹാരം പ്രത്യേകിച്ച് ചോറ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അത് എന്താണെന്നറിയില്ല, ചോറ് എനിക്ക് ഇപ്പോഴും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഐ കാണ്ട് തിങ്ക് എ ഡേ വിത്തൗട്ട് റൈസ് നോ. അപ്പോൾ ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞ് സ്കാനിങ് എല്ലാം കുഴപ്പമില്ല. 8th month അങ്ങനെ കടന്നുപോയി. വെൻ ഐ എൻറ്റർ ടു മൈ 9th month അപ്പോഴൊക്കെ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ റെഗുലറായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ 9th month എത്തിയപ്പോഴാണ് എനിക്കൊരു ഷൂട്ട് വന്നത്. സിവ മെറ്റേണിറ്റി വെയറിൻ്റെ ഷൂട്ട് വന്നിരുന്നു. അവർക്കൊരു പാട്ട് നമ്മളുടെ പ്രഗ്നൻസി ടൈമിനെ വെച്ചിട്ടൊരു പാട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്, അതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കും ഇന്നൊരു ഭയങ്കര നല്ല മെമ്മറിയാണ്. കാരണം യുദീന വയറ്റിൽ വെച്ചിട്ട് അതൊരു ഒരു എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ ഭയങ്കര തകർത്തൊരു ജത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിലും ഇല്ല, അവരുടെ കയ്യിലും ഇല്ല. അത് ലോസ്റ്റായി പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്തൊരു പീസായിരുന്നു. ഞാൻ ആ ചെയ്ത ഡാൻസ് സാരിയൊക്കെ കൊടുത്തിട്ട് 9 months ഇങ്ങനെ നിറവയറോട് ചെയ്ത ഒരു സാധനം. അപ്പോൾ അങ്ങനെ 9th month കഴിയാറായി. എനിക്കൊരു 37 ആണെന്ന് തോന്നുന്നു. 37th week ആയപ്പോഴേക്കും എനിക്ക് ചെറിയൊരു കോൺട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ അനന്തേട്ടനെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡയലേഷൻ ഉണ്ട് രേഷ്മ, ചെറുതായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒന്ന് മോണിറ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് തന്നെ ഞാൻ വിളിച്ച അനന്തേട്ടനോട് പറഞ്ഞു. അനന്തേട്ടൻ പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നു. പക്ഷെ അന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ നോക്കിയെങ്കിലും അഡ്മിറ്റ് ആയെങ്കിലും ഒന്നും നടക്കാത്തതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ September 20 നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആവുകയാണ്. അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ എനിക്ക് നല്ല ഞണ്ട് ഒക്കെ കഴിക്കാൻ, ക്രാബ് കഴിക്കാൻ തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ എറണാകുളം എടപ്പള്ളി ചീനവലയിലൊക്കെ പോയിട്ട് ക്രാബൊക്കെ കഴിച്ചിട്ടാണ് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണത്. അങ്ങനെ നമ്മൾ അഡ്മിറ്റായി. അന്നത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. ഞാൻ നല്ല സൂപ്പറായിട്ട് ഹോസ്പിറ്റലിലും ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. ഈവൻ 21st ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഓൾറെഡി നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്ത ഡേ ആയിരുന്നു അന്ന് 20th, എന്നിട്ടും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം രേഷ്മ. എൻ്റെ ഡോക്ടർ തീരെ റെഡി അല്ലായിരുന്നു സി സെക്ഷനോ ഒന്നും ചെയ്യാൻ. ഈവൻ ബേബിയുടെ ബോഡി വെയ്റ്റ് കൂടുതലാണെന്നൊക്കെ വന്നെങ്കിലും ഒന്നിനും ഡോക്ടർ സി സെക്ഷൻ എന്നുള്ള ഓപ്ഷനെ ചിന്തിക്കാൻ പോലും എന്നെ വിടാത്തൊരു ഡോക്ടറായിരുന്നു. സോ ഹി വാസ് സച്ച് എ ജെം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു എപ്പിഡ്യൂറൽ എടുത്തിരുന്നു ഞാൻ, പെയിൻ ഇതിന് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര അത്യാവശ്യം നല്ലൊരു പെയിൻ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്കൊരു 8:45 ആയപ്പോഴേക്കും സിവിയർ പെയിൻ വന്നു നൈറ്റ്, September 21 നൈറ്റ്. അങ്ങനെ 8:55 ആയപ്പോഴേക്കും എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി. അനന്തേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 9:15 ഒക്കെ ആയപ്പോഴത്തേനും യുതി പുറത്തേക്ക് വന്നു.
സോ അതൊരു ഭയങ്കര മൊമെൻ്റായിരുന്നു. അതായത് യുദീനെ വയറ്റിൽ വയ്ക്കുമ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പം ഞാനിത് കഴിഞ്ഞ് ഈവൻ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ കുഞ്ഞു പറഞ്ഞാണ് ഞാൻ കരഞ്ഞത്. ഇവൻ അനന്തോട്ടനും കരഞ്ഞു, ഞാനും കരഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഏതൊരു അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ചെയ്യണം. അതുവരെ ഇതുവരെ എന്തുണ്ടായോ അതിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്ന ഒരു മൊമെൻ്റാണ്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുണ്ടാവണതിൻ്റെ ഒപ്പം തന്നെ നമ്മളിലെ പാരൻറ്റും ജനിക്കുന്ന ദിവസമാണെന്ന്. സോ എത്രയൊക്കെ അതിന് മുന്നേ നമ്മൾ പാരൻസ് ആണെന്ന് പറഞ്ഞാലും ദ മൊമെൻറ്റ് യു റിയലൈസ് ഇറ്റ്സ് ദ ബേബി യു ഗേവ് ബർത്ത്, അല്ലെങ്കിൽ ഇന്ന് മുതൽ സംതിങ് നമ്മുടെ പ്രയോറിറ്റി മൊത്തം മാറുമല്ലേ. അപ്പോൾ ഇറ്റ് വാസ് സോ എന്താ പറയുക, അത്ര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ. ഇതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ. ഈവൻ അത് കഴിഞ്ഞിട്ടായാലും എൻ്റെ ഡോക്ടർ വാസ് 4ാമത്തെ 5ാമത്തെ ദിവസം എൻ്റെ സ്റ്റിച്ചൊക്കെ തനിയെ പോരാൻ തുടങ്ങി. എൻ്റെ വാസ് ആൻ വെരി നോർമൽ ഡെലിവറി, ഒന്നും വാക്യൂം ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സൊക്കെ പറയും രേഷ്മ പുഷ് ചെയ്യൂ എന്ന് പറയും. ഞാൻ പുഷ് ചെയ്ത് ലെഗ് വെച്ചിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ കിടത്തുന്ന ഒരു പ്രത്യേകം ഇതുണ്ടല്ലോ, മാട്രസ് ഉണ്ടല്ലോ, അത് മൊത്തം ഒടിഞ്ഞു കുത്തി താഴെ വീണു. അത് കഴിഞ്ഞ് അവർ അനന്തോട്ടനോട് പറഞ്ഞു കുട്ടിയുടെ കാല് പിടിക്കൂ, കാല് ഭയങ്കര സ്ട്രെങ്താണ്, പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അത് ലോക്കൊക്കെ ചെയ്തിട്ട് വീണ്ടും പിടിച്ച് അവരെന്നോട് പറഞ്ഞു രേഷ്മ കോൺട്രാക്ഷൻ വരുമ്പോൾ നല്ലോണം പുഷ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേദന കാരണം കോൺട്രാക്ഷൻ വരാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല, ഞാൻ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 4 പുഷിൽ അത് ഡോക്ടറും കൂടെ പുഷ് ചെയ്തു കേട്ടോ. ആള് പുറത്തേക്ക് വന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു യുതിക്ക് ജനിക്കുമ്പോൾ, വെരി ജസ്റ്റ് ലെസ് ദാൻ 4 എന്നുള്ളതായിരുന്നു. അതായിരുന്നു എൻ്റെ ബ്യൂട്ടിഫുൾ ടൈം. പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രം ഹോസ്പിറ്റലിൽ നിൽക്കണം എന്നുള്ളത്. അങ്ങനെ തന്നെ ഞാനും അനന്തോട്ടനും മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്നത്. 5ാമത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ പെരുമ്പാവൂർക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞാണ് കൊല്ലത്തു നിന്നൊക്കെ എല്ലാവരും കാണാനും, എല്ലാവരും പാരൻസ് എല്ലാവരും ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ കാണുന്നത്. ഫോട്ടോയും വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ പിന്നെ തിരിച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കിടക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നോടൊരു 25 ദിവസം 30 ദിവസം ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ഡോക്ടർ പറഞ്ഞു രേഷ്മ പതുക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ, ഡാൻസൊക്കെ ചെയ്തോളൂ, ഇനി ഒന്നും ചെയ്യാതിരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 34th 32nd ഡേ ആണ് എൻ്റെ ഒരു പ്രൊജക്റ്റിനായിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എറണാകുളത്തൊരു ഡാൻസ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ 32nd ഡേ തന്നെ ഡാൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു 1.5 വീക്സ് 8th ഡേ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സസും, കാരണം എനിക്ക് വെറുതെ ഇരുന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പതുക്കെ ഞാൻ ക്ലാസ്സസ് എന്ന് വെച്ചാൽ എല്ലാം ബിഗറസ് ആയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് അടവൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊന്നല്ല, ഇരുന്ന് പതുക്കെ റെസ്റ്റ് എടുക്കേണ്ടടുത്ത് റെസ്റ്റ് എടുത്ത്, ഈവൻ കുട്ടീനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്ത് ഫീഡ് ചെയ്തൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. സോ അതെനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ബോഡി കണ്ടീഷൻസ് അതിനനുവദിക്കുമായിരുന്നു. ഞാൻ എന്തെല്ലാം എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ വട്ട് എവർ ഐ ഹാവ് ഡൺ, ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ ഡോക്ടറിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഡോക്ടർ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഓൾ മൈ ഡോക്ടർ ഹാവ് ടോൾ ടു ഡു അല്ലെങ്കിൽ അപ്രൂവ് ടു ഡു, അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഓൺലി ഐ ഹാവ് ഡൺ. സോ ഇതെല്ലാം ഓരോരുത്തരുടെയും പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് എഴുന്നേക്കാനേ വയ്യായിരിക്കും, കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും, നല്ല ഹെൽത്തി ബോഡിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുന്നത് ഹെൽത്തി ആയിരിക്കും, അത് കഴിഞ്ഞ് അവരുടെ ജേർണിയും ഹെൽത്തി ആയിരിക്കും എല്ലാം. സോ ഒരാളുടെ ഇങ്ങനെ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ ആവണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാ പ്രഗ്നൻസിയും ഇങ്ങനെ ആവണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ഇപ്പം എനിക്കിനിപ്പോൾ അടുത്തൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് ഇതുപോലത്തെ സ്മൂത്ത് ആയിട്ടുള്ള ജേർണി ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഏജ് ഒരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ 30 കഴിഞ്ഞു, അപ്പോൾ അതൊരു ഫാക്ടറായിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കൺസീവിങ് എബിലിറ്റിയും അത് കഴിഞ്ഞ് ഉള്ള ജേർണിയും ഒക്കെ.
സോ വെനെവർ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എൻ്റെ സ്റ്റുഡൻസൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ പഠിക്കുന്ന സമയത്തും എല്ലാവരോടൊക്കെ പറയുന്ന കാര്യം ഇതാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഹസ്ബൻഡും വൈഫും മാത്രം എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അതെപ്പോൾ നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ അപ്പം മാത്രം സംഭവിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഞാൻ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, നല്ലൊരു ആംബിയൻസിൽ വേണം കുട്ടികൾ വരാൻ. അത് അവരുടെ പെർസ്പെക്റ്റീവാണ് അല്ലേ. അവർക്ക് നല്ല പോലെ അല്ലെങ്കിൽ അവർ മനസ്സിൽ കുറേയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ അവരുടെ കുട്ടി വരാൻ പാടുള്ളൂ എന്നെല്ലാം ഉള്ളവരുണ്ടാവും. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രഷറും ഉണ്ട്, എനിക്ക് എത്ര പെട്ടെന്ന് കുട്ടിയാവണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതൊന്നുമല്ല. ലൈക്ക് വെനെവർ യു ആർ റെഡി, മെയിൻലി ഫിസിക്കലി, മെൻ്റലി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചുറ്റുമുള്ള ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ആയാലും ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയാലും എവ്രിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് യുവർ ഡിസിഷൻ. നിങ്ങൾ ഒരാൾ ഇപ്പോൾ ഒരു വുമൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവൾ മാത്രമല്ല പ്രഗ്നൻ്റ് ആവുന്നത്, അവളുടെ ഹസ്ബൻഡും പ്രഗ്നൻ്റ് ആവുകയാണ്. അവർ രണ്ടുപേരാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അല്ലെങ്കിൽ ആ ഒരു ജേർണി മൊത്തം അവരുടെ രണ്ടുപേരുടെയും കൂടെയാണ്. പിന്നെയാണ് ചുറ്റുമുള്ള ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും വരുന്നത്. സോ വെനെവർ യു ആർ റെഡി ദെൻ ഓൺലി ഗോ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. പിന്നെ എവറി ജേർണി വിൽ ബി ഡിഫറെൻറ്റ്. ജസ്റ്റ് തിങ് ഈസ് അണ്ടർസ്റ്റാൻഡ് ദ ജേർണി, എംബ്രേസ് ദ ജേർണി. എന്താ പറയുക, നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഫേസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് വിത്ത് എ പ്രോപ്പർ ഗൈഡൻസ് ഫ്രം അവർ ഗൈനക്കോളജിസ്റ്റ്. നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ പ്രോപ്പർ ഗൈഡൻസ്. ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. അവർ ആ ഫീൽഡിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവർ പറയുന്നതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് വിൽ ബി ഓക്കെ. പിന്നെ പെയിൻസ് ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും ഒക്കെ കൊണ്ടുപോകുന്നവരുണ്ടാവും. ട്രസ്റ്റ് മീ, ഇതെല്ലാം ഒരു പോയിന്റിൽ നമ്മൾ നമ്മുടെ ബേബിയുടെ മുഖം കാണുമ്പോഴും ആ ഒരു ജേർണിയിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഇതൊക്കെ മാഞ്ഞു പോകും. ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്ക് ഇതുവരെ ചിന്തിക്കുമ്പോൾ എൻ്റെ ആ ഡെലിവറി പെയിൻ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി എല്ലാ അമ്മമാർക്കും വീണ്ടും വീണ്ടും പ്രഗ്നൻ്റ് ആവാനായിട്ട് തോന്നുന്നത്. അതായത് ഒരു കുട്ടി കഴിഞ്ഞാൽ ഇത്രയും വേദന സഹിച്ച് നമ്മൾ ഒന്ന് മരിച്ച് ജീവിക്കുകയാണ് അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ ഒരു ജേർണിയിലേക്ക് പോകാൻ തയ്യാറാവുന്നത് ഇതൊന്നും ഓർക്കാനുള്ളൊരു കപ്പാസിറ്റി ഭഗവാൻ നമുക്ക് അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് തരാത്തത് കൊണ്ടായിരിക്കും. സോ ഐ എംബ്രേസ് മൈ ജേർണി. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റേത്. ആൻഡ് ഇറ്റ് വാസ് പ്ലാൻഡ് ഓൾസോ. ആൻഡ് എന്താ പറയുക, ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് യുതി ഇൻ മൈ ലൈഫ്. സോ അതായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണി. ഹോപ്പ് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയത്. ഇതെൻ്റെ സോഷ്യൽ മീഡിയാസിലെല്ലാം ഇടാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്കിത് മൊത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാം. ആൻഡ് എൻ്റെ ഡാൻസിങ്, പ്രഗ്നൻറ്റ് ടൈമിലുള്ള ഡാൻസിങ് കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞ് വീഡിയോസായിട്ട് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ്. I don't know whether it is too long or not. I just kept my phone. I am recording all my feelings at one time. So idur unedited sadhanaayittu I'll post it. So yeah, see you in next video. Bye bye.